ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു എക്സാം വൈ ലേണിംഗ്. നമുക്ക് ക്ലാസ് 7-ലെ ബേസിക് സയൻസിലെ ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. സോ നമുക്ക് അതിൻ്റെ ഇംഗ്ലീഷും മലയാളം എക്സ്പ്ലനേഷൻ ഒക്കെ ചെയ്യാം. സോ നമുക്ക് നമ്മളെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം അല്ലേ. സോ നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്താ നോക്കാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. സോ നമുക്ക് ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ടേബിളിൽ എന്തൊക്കെയുണ്ട്? നമുക്കൊരു ഒബ്ജക്റ്റ് ഉണ്ട്, അതുപോലെ മിററുകളുണ്ട്, അതായത് ദർപ്പണങ്ങളുണ്ട്, അതുപോലെ പ്രതിബിംബങ്ങൾ, അതായത് ഇമേജസ് ഉണ്ട്, ആൻഡ് ദർപ്പണത്തിൻ്റെ പേര്, ടൈപ്പ് ഓഫ് മിറർ അല്ലെങ്കിൽ നെയിം ഓഫ് മിറർ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ അതിൽ കുറച്ച് ബ്ലാങ്ക്സും ഉണ്ട്. സോ നമുക്ക് നോക്കാം ഏതൊക്കെ മിററാണ്, എന്തൊക്കെ ഇമേജസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് ആദ്യം ഒരു ഫ്ലവറിൻ്റെ ചിത്രമാണ് വസ്തുക്കളിൽ തന്നിട്ടുള്ളത്. ആദ്യം നമുക്ക് തന്നിട്ടുള്ളത് പുറത്തേക്ക് കർവ് ചെയ്തിട്ടുള്ള ഒരു ദർപ്പണമാണ്. അതിൻ്റെ പ്രതിബിംബം എങ്ങനെയായിരിക്കും എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ നമുക്കറിയാം ഔട്ട്വേർഡ് കർവ് ഉള്ളത് ആരാണ്? കോൺവെക്സ് മിറർ ആണ് അല്ലേ. സോ നമുക്കറിയാം ഇത് കോൺവെക്സ് മിററാണ്. സോ കോൺവെക്സ് മിററിൻ്റെ ഇമേജ് എങ്ങനെയായിരിക്കും? ഒരു കോൺവെക്സ് മിററിൻ്റെ ഇമേജ് ചെറുതായിരിക്കും. ഒബ്ജക്റ്റിനേക്കാളും ചെറിയ സൈസിലാണ് നമുക്ക് ഇമേജ് ഉണ്ടാവുക. സോ നമ്മളിവിടെ ഒബ്ജക്റ്റ് എത്ര സൈസ് ഉണ്ട്? ഇത്രയും സൈസ് ഉണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം? ചെറിയൊരു ഇമേജ് വരയ്ക്കാം. സോ ഒബ്ജക്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഇമേജിൻ്റെ സൈസ് എന്തായിരിക്കും? ചെറുതായിരിക്കും. അതാണ് കോൺവെക്സ് മിററിൻ്റെ പ്രത്യേകത. ഈ രണ്ടാമത് നമുക്ക് വസ്തു വന്നിട്ടുണ്ട്, ഒരു ഫ്ലവർ ആണ്. അതുപോലെ നമ്മൾ ഇമേജ് വളരെ വലുതാണ്. എന്നിട്ട് നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത്? മിറർ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്കറിയാം കോൺകേവ് മിററിലാണ് എന്ത് കിട്ടുക? വലിയൊരു വെർച്വൽ ഇമേജ് കിട്ടുക. സോ നമുക്കിവിടെ എന്താണ് വരയ്ക്കേണ്ടത്? കോൺകേവ് ആണ് അല്ലേ. സോ നമുക്ക് മിററിൻ്റെ നെയിം എഴുതാം, കോൺകേവ് ആണ്. അതുപോലെ നമുക്ക് അകത്തോട്ട് കർവ് ചെയ്ത് അല്ലേ, ഉൾഭാഗം കർവ്ഡായിട്ട് സ്മൂത്ത് സർഫസ് ഉള്ളതിനാണ് നമ്മൾ എന്ത് പറയുക? കോൺകേവ് മിറർ എന്ന് പറയാം. അതുപോലെ നമ്മുടെ മൂന്നാമത്തെ നോക്കാം. നമുക്കിവിടെ ഇമേജ് കണ്ടാൽ തന്നെ അറിയാം എന്താണ്? പ്ലെയിൻ മിററാണ്. അതുപോലെ നമുക്ക് പ്ലെയിൻ മിറർ എന്ന് എഴുതാം. ആൻഡ് പ്ലെയിൻ മിററിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഒബ്ജക്റ്റും ഇമേജും സെയിം സൈസ് ആയിരിക്കും, അതുപോലെ എറക്റ്റ് ആയിരിക്കും, സെയിം ഡിസ്റ്റൻസും ആയിരിക്കും. ഇപ്പോൾ നമ്മളെ വീട്ടിലുള്ള കണ്ണാടിയിൽ നോക്കുമ്പോൾ നമുക്കറിയാം നമ്മളുടെ അതേ സൈസിലുള്ള ഇമേജാണ് നമുക്ക് കിട്ടുക. അതുപോലെ നമ്മൾ കണ്ണാടിയുടെ എത്ര ദൂരം ഉണ്ടോ അത്രയും ദൂരത്ത് തന്നെയാണ് നമുക്ക് എന്ത് കിട്ടുക? ഇമേജ് കിട്ടുക. സോ ഇവിടെ ഈ സെയിം സൈസിലുള്ള ഒരു ഇമേജ് നമുക്ക് ഇവിടെ വരയ്ക്കാം. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള പോലെ ഒരു ഫ്ലവർ സെയിം സൈസിലുള്ള ഒബ്ജക്റ്റ് ആയിരിക്കും ഈ ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യുക. സോ നമ്മുടെ അടുത്ത ചോദ്യം നോക്കാം. വിച്ച് മിറർ ക്യാൻ ബി യൂസ് ടു പ്രൊജക്ട് ദ ഇമേജ് ഓൺ ദ വാൾ? അതായത് ഒരു വാളിൽ, ഒരു ചുമരിൽ ഇമേജ് പ്രൊജക്റ്റ് ചെയ്യാൻ, സ്ക്രീൻ ചെയ്യാൻ, നമ്മളിപ്പോൾ പ്രൊജക്ടറൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു ചുമരിലേക്ക് അത് പ്രൊജക്റ്റ് ചെയ്യാൻ, സ്ക്രീൻ ചെയ്യാൻ നമ്മൾ ഏത് ടൈപ്പ് ഓഫ് മിററാണ് യൂസ് ചെയ്യാന്നാണ് നമ്മളോട് ചോദ്യം. സോ നമുക്കറിയാം കോൺകേവ് മിററാണ് ഇതിന് യൂസ് ചെയ്യുക. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കോൺകേവ് മിററിൽ പതിക്കുന്ന റേസിനെയൊക്കെ ഒരു പോയിന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ എന്തിനു പറ്റും? കോൺകേവ് മിററിന് പറ്റും. സോ നമ്മളിവിടെ ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലെ പോയിൻറ്റ്സൊക്കെ എവിടെ വന്ന് ഫാളോ ചെയ്യും? ഈ ഒരു പോയിന്റിൽ വന്ന് ഇതിനെ ഒരു ഇമേജ് ഫോം ചെയ്യും. സോ ഒരു കോൺകേവ് മിററിൽ ഇപ്പോൾ ഒരു പാരലൽ റേസ് ആണ് വരുന്നത് വിചാരിക്കാം. സോ ഇതിനൊക്കെ എന്ത് ചെയ്യും? ഫോക്കസിൽ ഇതിന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. സോ കോൺകേവ് മിററാണ് എന്തിന് യൂസ് ചെയ്യുക? സ്ക്രീനിങ് അല്ലെ പ്രൊജക്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുക. സോ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? റൈറ്റ് 2 ഇൻസ്റ്റൻസസ് വേർ മിറർ ഈസ് യൂസ്ഡ് ഇൻ ഡെയിലി ലൈഫ്. സോ നമ്മളിപ്പോൾ 2-3 മിററിനെ പറ്റി പഠിച്ചു. കോൺകേവ് മിറർ, കോൺവെക്സ് മിറർ, അതുപോലെ പ്ലെയിൻ മിറർ. സോ ഇതിനൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന 2 ഇൻസ്റ്റൻസസ്, അതായത് 2 സാഹചര്യങ്ങൾ എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് നോക്കാം. കോൺകേവ് മിറേഴ്സ് ആർ യൂസ്ഡ് ഇൻ വെഹിക്കിൾസ്, ഹെഡ്ലൈറ്റ്സ്, ടോർച്ച് ലൈറ്റ്സ് എക്സെട്ര. അതായത് കോൺകേവ് മിറർ എവിടെയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്? ഹെഡ്ലൈറ്റിലുണ്ട്, ടോർച്ച് ലൈറ്റിലൊക്കെ യൂസ് ചെയ്യുന്നത് എന്താണ്? കോൺകേവ് മിററാണ്. അതുപോലെ കോൺവെക്സ് മിറർ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു എന്താണ്? ചെറിയ ഇമേജാണ് കിട്ടുക. സോ നമുക്കറിയാം നമ്മളെ വാഹനങ്ങളിലുള്ള റയർ വ്യൂ മിറേഴ്സിൽ നമുക്ക് എന്ത് വേണം? പിന്നിലുള്ള എല്ലാ ഏരിയയും കാണണം. വലിയ വാഹനങ്ങളൊക്കെ ഉണ്ട്, മുഴുവൻ നമുക്ക് കാണാൻ പറ്റണം. സോ നമ്മൾ വാഹനങ്ങളുടെ റയർ വ്യൂ മിററായിട്ട് എന്താ യൂസ് ചെയ്യുക? കോൺവെക്സ് മിററാണല്ലേ യൂസ് ചെയ്യുക, കോൺവെക്സ് മിറർ. സോ കോൺവെക്സ് മിറേഴ്സ് ആർ യൂസ്ഡ് ആസ് റയർ വ്യൂ മിറേഴ്സ്. അതുപോലെ പ്ലെയിൻ മിറർ നമുക്കറിയാം നമ്മൾ ഡെയിലി യൂസിന്, നമ്മളിപ്പോൾ മേക്കപ്പിനോ അത് കാര്യങ്ങൾക്കൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? പ്ലെയിൻ മിററാണ്. അതുപോലെ പ്ലെയിൻ മിറേഴ്സ് ആർ യൂസ്ഡ് ഇൻ സോളാർ കുക്കേഴ്സ്. അതുപോലെ വേറെ ഉപയോഗങ്ങളുണ്ട്. സോളാർ കുക്കറിൽ ഹീറ്റ് ചെയ്യാൻ എന്താണ് യൂസ് ചെയ്യുന്നത്? പ്ലെയിൻ മിററാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ പെരിസ്കോപ്പിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? പ്ലെയിൻ മിറേഴ്സ് ആണ്.
സോ നമ്മൾ അടുത്ത ചോദ്യം നോക്കാം. ഒബ്സർവ് ദ ഇമേജസ് ഗിവൺ ബിലോ വിച്ച് ഈസ് ദ കറക്റ്റ് പിക്ചർ. താഴെ തന്ന രണ്ട് ചിത്രങ്ങളുണ്ട്, ഇതിൽ കറക്റ്റ് ഏതാണെന്നാണ് പറയുന്നത്. സോ ഇവിടെ ഒരു കുട്ടി എന്താണ് ചെയ്യുന്നത്, ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഒരു സ്ട്രോ വെച്ച് അതിൻ്റെ താഴെ ഭാഗത്തേക്ക് ഊതാണ് ചെയ്യുന്നത്. സോ ഊതുമ്പോൾ എന്ത് ചെയ്യും, ഇതിലൂടെ ബബിൾസ്, അതായത് കുമിളകൾ വരും. സോ ഇവിടെ കുമിളയുടെ സൈസ് വലുതായി വരുന്നു, ഇവിടെ ചെറുതായി വരുന്നു. ഇതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്കറിയാം ഒരു പാത്രത്തിൽ താഴെയുള്ള കുമിള മേലോട്ട് വരുമ്പോൾ എന്താ ചെയ്യുക, സൈസ് കൂടുക ചെയ്യുക. സോ നമ്മുടെ ആൻസർ എന്താണ്, ഓപ്ഷൻ എ ആണ് അല്ലേ, ഫസ്റ്റ് ഫിഗർ ആണ് ആൻസർ. സോ നമുക്ക് നോക്കാം, ഗിവ് സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ ഫോർ യുവർ ഫൈൻഡിങ്. സോ നമ്മുടെ കറക്റ്റ് ആൻസർ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. കുമിള താഴേന്ന് മേലോട്ട് വരുമ്പോൾ എന്തായിരിക്കും, സൈസ് കൂടിക്കൂടി വരിക. സോ അതിൻ്റെ എക്സ്പ്ലനേഷൻ അത് എന്തുകൊണ്ടാണ് എന്നാണ് നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. സോ നമുക്കറിയാം വെള്ളത്തിൽ താഴോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കും, പ്രഷർ ഇൻക്രീസ് ചെയ്യും, പ്രഷർ കൂടിക്കൂടി വരും. സോ താഴെ വെള്ളത്തിന്, നമ്മളിപ്പോൾ ഒരു തോട്ടിലോ അല്ല പുഴയിലോ അല്ലെ കുളത്തിലൊക്കെ കുളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം വെള്ളത്തിന് താഴോട്ട് പോകുമ്പോൾ നമുക്ക് ചെവിയിൽ ഒരു പ്രഷർ, നമുക്കൊരു വേദന വരും. അതെന്തുകൊണ്ടാണ്, വെള്ളത്തിൽ താഴോട്ട് പോകുമ്പോൾ വെള്ളത്തിന് പ്രഷർ കൂടും. സോ ആ പ്രഷർ കൂടുതലായതുകൊണ്ട് ഈ ബബിൾ എന്തായിരിക്കും, ഈ ബബിളിന് കൂടുതൽ പ്രഷർ ഉണ്ടാവും. സോ ഈ ബബിൾ മേലോട്ട് വരുന്നതനുസരിച്ച് അതിന് ചുറ്റുമുള്ള പ്രഷർ കുറയും, അതെന്ത് ചെയ്യും, കുറച്ച് വികസിക്കും അല്ലേ. സോ അതാണ് എന്ത്, നമ്മുടെ ബബിൾ മേലോട്ട് വരുമ്പം സൈസ് കൂടാനും, ഇനി നമ്മളൊരു ബലൂണ് വീർപ്പിച്ചിട്ട് വെള്ളത്തിനെ താഴോട്ട് കൊണ്ടുപോകാൻ വിചാരിക്കാം. സോ അവിടെ എന്ത് ചെയ്യും, പ്രഷർ കൂടുന്നതുകൊണ്ട് ബലൂൺ എന്തായിരിക്കും, ചെറുതായിട്ടൊരു കംപ്രഷൻ ഉണ്ടാവും അല്ലേ. സോ അതിൻ്റെ റീസൺ എന്താണ്, പ്രഷറാണ് അല്ലേ. സോ നമ്മൾ അടുത്ത ചോദ്യം നോക്കാം. വൈ ഡു ഡൈവേഴ്സ് വെയർ സ്പെഷ്യൽ ക്ലോത്തിങ് വെൻ ഡൈവിങ് ഇൻ ഡീപ് സീ. അതായത് ആഴക്കടലിലൊക്കെ ഡൈവേഴ്സ് മുങ്ങുമ്പോൾ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ക്ലോത്തിങ് യൂസ് ചെയ്യും. നമ്മളിപ്പോൾ സാധാരണ കുളത്തിൽ ഇറങ്ങുമ്പോൾ ഇടുന്ന പോലെയുള്ള ഡ്രസ്സുകളല്ല, സ്പെഷ്യൽ ആയിട്ടുള്ള ഫുൾ കവറിങ് ഒക്കെ ഉള്ള ഡ്രസ്സാണ് എന്ത് യൂസ് ചെയ്യുക, ഡൈവേഴ്സ് യൂസ് ചെയ്യുക. അതിൻ്റെ റീസൺ എന്താണെന്നാണ് ചോദിച്ചല്ലേ. സോ നമ്മളെ തൊട്ട് മുന്നത്തെ ചോദ്യം പോലെ തന്നെ വെള്ളത്തിൽ കുറേ താഴോട്ട് പോകുമ്പോൾ എന്തായിരിക്കും, വളരെ വലിയ പ്രഷർ ആയിരിക്കും അല്ലേ. സോ ആ പ്രഷർ കൊണ്ട് നമ്മളെ ചെവി അല്ലേ അതുപോലെ കണ്ണുകൾക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഡാമേജ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. സോ അതില്ലാതാക്കാനാണ് എന്ത് യൂസ് ചെയ്യുന്നത്, സ്പെഷ്യൽ ക്ലോത്തിങ്സ് യൂസ് ചെയ്യുന്നത്. സോ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ആസ് പ്രഷർ അറ്റ് ദ ബോട്ടം ഓഫ് ദ ഓഷ്യൻ ഈസ് വെരി ഹൈ. അതായത് ഓഷ്യൻ, കടലിൻ്റെ താഴെ ബോട്ടം, താഴോട്ട് പോകുമ്പോൾ പ്രഷർ എന്തായിരിക്കും, വെരി ഹൈ, വളരെ കൂടുതലായിരിക്കും. ഡീപ് സീ ഡൈവേഴ്സ് വെയർ സ്പെഷ്യൽ ഡൈവിംഗ് സ്യൂട്ട്സ്. അതായത് ഡീപ് സീ ഡൈവേഴ്സ് എന്ത് ചെയ്യും, സ്പെഷ്യൽ ഡൈവിംഗ് സ്യൂട്ട്സ് യൂസ് ചെയ്യും ടു പ്രിവെൻറ്റ് ദെയർ ബോഡീസ് ഫ്രം ബീയിങ് ക്രഷ്ഡ് ബൈ ദ ട്രമെൻഡസ് പ്രഷർ. അതായത് കടലിന് താഴോട്ട് പോകുമ്പോൾ വളരെയധികം പ്രഷർ ഉണ്ടാവും, അത് നമ്മളെ ബോഡീനെ ക്രഷ് ചെയ്യാതിരിക്കാനാണ് എന്ത് ചെയ്യുന്നത്, സ്പെഷ്യൽ ഡൈവിംഗ് സ്യൂട്ട്സ് യൂസ് ചെയ്യുന്നത്. സോ ഇതാണ് നമ്മുടെ ഡീപ് സീ ഡൈവേഴ്സ് എന്തുകൊണ്ട് സ്പെഷ്യൽ സ്യൂട്ട്സ് യൂസ് ചെയ്യുന്നു എന്നുള്ളതിനുള്ള റീസൺ. നമ്മുടെ അടുത്ത ചോദ്യം നോക്കുക. ഒബ്സർവ് ദ ഇമേജ്, എ മിറർ ഈസ് അറേഞ്ച്ഡ് ഔട്ട്സൈഡ് ദ ടണൽ. സോ ഇവിടെ ഒരു ഇമേജ് കാണാം, ഇവിടെ ഒരു ടണൽ ഉണ്ട്, അതുപോലെ ഇവിടെ ഒരു മിറർ എന്ത് ചെയ്തിട്ടുണ്ട്, വെച്ചിട്ടുണ്ട്. സോ നമുക്കിവിടെ സണ്ണുണ്ട്, അപ്പോൾ പല ഭാഗത്തേക്ക് എന്ത് ചെയ്യും, വെളിച്ചം വരും എന്ന് അറിയാം. സോ നമ്മളോട് എന്ത് ചെയ്യുന്നത്, ഓക്കെ മിറർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ചോദ്യം നോക്കാം. Now where do you arrange the mirrors to get light inside the tunnel? സോ നമുക്ക് ഈ ടണലിൻ്റെ ഉള്ളിൽ രണ്ട് ആൾക്കാരുണ്ടല്ലേ. സോ അവർക്ക് വെളിച്ചം കിട്ടാൻ നമ്മൾ എവിടെയൊക്കെയാണ് മിറർ അറേഞ്ച് ചെയ്യേണ്ടത് എന്നാണ് നമ്മളോടുള്ള ചോദ്യം. ഇല്ലുസ്ട്രേറ്റ് ദ മിറേഴ്സ് ആൻഡ് ദ പാത്ത് ഓഫ് ലൈറ്റ്. അതായത് മിറേഴ്സ് എവിടെ വെക്കേണ്ടതെന്ന് വരയ്ക്കണം, അതുപോലെ പാത്ത് ഓഫ് ലൈറ്റ്, വെളിച്ചം പോകുന്ന വഴിയും കൂടെ നമ്മൾ വരച്ചു കൊടുക്കണം അല്ലേ. സോ നമുക്കറിയാം നമ്മൾ ലൈറ്റിൻ്റെ സോഴ്സ് എന്താണ്, സണ്ണാണ്. സോ സണ്ണിൽ നിന്ന് വരുന്ന ലൈറ്റ് ഇവിടെ പുറത്ത് അറേഞ്ച് ചെയ്ത മിററിൽ തട്ടിയിട്ട് എങ്ങോട്ട് വരും, ഈ ടണലിനുള്ളിലേക്ക് വരും. സോ ഇവിടുന്ന് പല ഭാഗത്തേക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്ക് വേണ്ടത് എന്താണ്, ടണലിനുള്ളിലേക്കുള്ള ലൈറ്റാണ് അല്ലേ. സോ ഇവിടെ എത്തുമ്പോൾ നമുക്ക് എന്ത് വേണം, ഇവിടെ ഒരു മിറർ വേണം, കാരണം ഇവിടുന്ന് താഴോട്ട് റിഫ്ലക്റ്റ് ചെയ്യണം, അത് താഴോട്ട് റിഫ്ലക്റ്റ് ചെയ്യും. അതുപോലെ നമുക്ക് എന്ത് വേണം, ഇവിടെ ഒരു മിറർ വേണം, എന്നിട്ട് എന്ത് ചെയ്യണം, വീണ്ടും ഈ ഡയറക്ഷനിൽ റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റണം. സോ നമ്മളുടെ എന്ത് വരച്ച് നമ്മൾ മിററിൻ്റെ പൊസിഷൻസ് നമ്മൾ കൊടുത്തു. അതായത് ഇവിടുന്ന് ഡയറക്റ്റായി വരുന്ന റേസ് ഇവിടെ ഒരു മിററിൽ തട്ടി താഴോട്ട് റിഫ്ലക്റ്റ് ചെയ്യും, അതുപോലെ ഇവിടെ താഴെയുള്ള ഒരു മിററിൽ തട്ടി വീണ്ടും ലെഫ്റ്റിലോട്ട് റിഫ്ലക്റ്റ് ചെയ്യും. സോ നമ്മൾ ക്വസ്റ്റ്യൻ എന്താണ്, ഇത് എന്ത്, ഓക്കെ വാട്ട് കൈൻഡ് ഓഫ് മിറർ ഈസ് സ്യൂട്ടബിൾ ഫോർ ദിസ്. അതായത് ഇത് എന്ത് ടൈപ്പ് ഓഫ് മിറർ ആണ് ഇവിടെ സ്യൂട്ടബിൾ എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. സോ നമ്മൾ എന്ത് മിററാണ് യൂസ് ചെയ്യുക, പ്ലെയിൻ മിറേഴ്സ് ആണ് യൂസ് ചെയ്യുക. സോ ഒരു പെരിസ്കോപ്പിലും എന്താണ് സംഭവിക്കുന്നത്, ഇതേ പ്രോസസ്സാണ്. സോ പെരിസ്കോപ്പിൽ നമുക്കറിയാം ഈ ഷേപ്പിലുള്ള ഒരു പെരിസ്കോപ്പിൽ നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്ക് പുറത്തുനിന്നുള്ള ലൈറ്റ് വന്നിട്ട്
ഇവിടെ ഒരു പ്ലെയിൻ മിറർ, അതുപോലെ ഇവിടെ ഒരു പ്ലെയിൻ മിറർ. സോ ഇങ്ങനെയാണ് നമുക്ക് എന്ത് ക്യാപ്ചർ ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. സോ അതുപോലെ തന്നെ നമ്മളിവിടെ എന്താണ് വെക്കേണ്ടത്, പ്ലെയിൻ മിറേഴ്സ് ആണ്. ഇപ്പോൾ ഇവിടെ കോൺവെക്സ് മിറർ വെച്ചാൽ കോൺവെക്സ് മിറർ വെച്ചാൽ പല ഭാഗത്തേക്ക് അതിനെന്ത് ചെയ്യും, റിഫ്ലക്ട് ചെയ്യും. ഇനി കോൺകേവ് ആണ് വെക്കുന്നെങ്കിലോ ചിലപ്പോൾ ഏതോ ഒരു പോയിന്റിലേക്ക് പോയി അത് കോൺസെൻട്രേറ്റ് ചെയ്യും. സോ നമ്മൾ എന്ത് മിററാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്, പ്ലെയിൻ മിറേഴ്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. സോ വാട്ട് കൈൻഡ് ഓഫ് മിറർ ഇസ് സ്യൂട്ടബിൾ ഫോർ ദിസ് എന്ന് ചോദിക്കുമ്പോൾ പ്ലെയിൻ മിററാണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്യേണ്ടത്. ഓക്കെ. ആൻഡ് വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ റിഫ്ലക്ഷൻസ് ഫോംഡ് ഇൻ സച്ച് മിറർ? അതായത് പ്ലെയിൻ മിററിലുള്ള ഫോം ചെയ്യുന്ന ഇമേജിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ നമ്മൾ കുറച്ച് മുന്നത്തെ ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞു, ഞാനിപ്പോൾ ഇവിടെ ഒരു പ്ലെയിൻ മിറർ വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. സോ ഒരു പ്ലെയിൻ മിററിന് മുന്നിൽ ഞാനിവിടെ ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്, അതായത് ഒരു ആരോ മാർക്കിൻ്റെ സൈസുള്ള ഷേപ്പുള്ള ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്. സോ നമുക്കറിയാം ഇത് എത്ര ദൂരമാണോ അത്രയും ദൂരത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യും, അതിൻ്റെ ഇമേജ് കിട്ടും. അതായത് ഡിസ്റ്റൻസ് ടു ദ ഒബ്ജക്റ്റും ഡിസ്റ്റൻസ് ടു ദ ഇമേജും സെയിം ആയിരിക്കും. അതുപോലെ തന്നെ എറക്റ്റ് ആയിരിക്കും, കുത്തനായിരിക്കും. അപ്പം നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ നേരെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഇമേജ് കിട്ടുന്നത്. അതുപോലെ തന്നെ എന്തായിരിക്കും, സെയിം സൈസ് ആയിരിക്കും. ഇതാണ് എന്ത് പ്ലെയിൻ മിററിൽ ഉണ്ടാവുന്ന ഒബ്ജക്ട്സിൻ ഇമേജിൻ്റെ പ്രോപ്പർട്ടീസ്. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദ ഡിവൈസ് ഗിവൺ ബിലോ, റൈറ്റ് ഷോർട്ട് നോട്ട് അബൌട്ട് ഇറ്റ്. സോ ഈ ചിത്രത്തിൽ തന്നിട്ടുള്ള ഡിവൈസ് ഏതാണെന്ന്, ഇപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കറണ്ടിൻ്റെ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഡിവൈസസിനെ പറ്റി ഒരുപാട് ഡിവൈസസിനെ പറ്റി പഠിക്കുന്നുണ്ട്. വയറുണ്ട്, ബൾബുണ്ട്, അതുപോലെ ഈ ഡിവൈസ് ഏതാണ്, സേഫ്റ്റി ഫ്യൂസ് ആണ് അല്ലേ. സോ ഫ്യൂസിനാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനൊരു സിമ്പിളായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. നമ്മളോട് എന്താ വെച്ചാൽ റൈറ്റ് ഷോർട്ട് നോട്ട്, അതിനെ പറ്റി ഒരു നോട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് എഴുതാം, സേഫ്റ്റി ഫ്യൂസ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ഇൻ സർക്യൂട്ട്സ്. അതായത് സേഫ്റ്റി ഫ്യൂസ് സർക്യൂട്ടുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. ആസ് എ പ്രിക്കോഷൻ ടു പ്രൊട്ടക്ട് ദ സർക്യൂട്ട് ആൻഡ് ഇലക്ട്രിക് ഡിവൈസസ്. അതായത് എന്തിനു വേണ്ടിയിട്ടാണ്, സർക്യൂട്ടിനെയും ഡിവൈസസിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. ഇനി എങ്ങനെയാണെന്നും കൂടെ പറയാം. ഫ്രം ഡാമേജ് കോസ്ഡ് ബൈ ദ ഫ്ലോ ഓഫ് എക്സസ് കറണ്ട്. അതായത് കൂടുതൽ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും, കൂടുതൽ ചൂടുണ്ടാവും. സോ ആ ഹീറ്റും കൊണ്ട് എന്ത് സംഭവിക്കാം, നമ്മുടെ ഡിവൈസസ്, ഇപ്പോൾ ഫാനോ ലൈറ്റോ അല്ലെ മിക്സിയോ അതുപോലെ ഏത് ഡിവൈസസ് ആണെങ്കിലും എന്ത് സംഭവിക്കാം, കേട് സംഭവിക്കാം അല്ലേ. സോ അങ്ങനെ എക്സസ് ഫ്ലോ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, സർക്യൂട്ട് എങ്ങനെയെങ്കിലും ബ്രേക്ക് ചെയ്യണം. സോ അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസാണ് സേഫ്റ്റി ഫ്യൂസ്. ഇപ്പോൾ നമ്മൾ താഴെ തന്നിട്ടുള്ള ചിത്രത്തിൽ ഇവിടെ ഒരു ബാറ്ററി ഉണ്ട്, ഒരു ബൾബ് കത്തിക്കാൻ ഇപ്പോൾ ഒരു ബാറ്ററി അല്ലെങ്കിൽ 2 ബാറ്ററി മതി എന്ന് വിചാരിക്കാം. സോ നമ്മളിത് ക്ലോസ് ചെയ്താൽ ഇതിലൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാവും. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, 2 സെൽ അല്ലേ, ഒരു ബാറ്ററി, ഒരു സെറ്റ് ഓഫ് സെൽസ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ എന്താവും, കറണ്ടിൻ്റെ ഫ്ലോ കൂടും. പക്ഷേ ഇവിടെ മൂന്ന് സെല്ലുകൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, ഇവിടെ ഓവർ ഫ്ലോ ഓഫ് കറണ്ടാണ്. സോ എന്ത് സംഭവിക്കാം, നമ്മളെ ബൾബിന് ഡാമേജ് സംഭവിക്കാം. ആ സമയത്ത് നമ്മുടെ സേഫ്റ്റി ഫ്യൂസ് എന്താവും, കട്ടായിപ്പോവും. സോ അങ്ങനെയാണ് ഫ്യൂസ് എന്ത് ചെയ്യുക, ഒരു സർക്യൂട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. സോ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഡാമേജ് കോസ്ഡ് ബൈ ഫ്ലോ ഓഫ് എക്സസ് കറണ്ട്, കൂടുതൽ കറണ്ട്. അതായത് സ്വാഭാവികമായിട്ടുള്ള കറണ്ട് ഫ്ലോ ആണെങ്കിൽ എന്ത് സംഭവിക്കില്ല, ഫ്യൂസ് കട്ടാവില്ല. പക്ഷേ എക്സസ് ഫ്ലോ വരുമ്പോൾ എന്ത് സംഭവിക്കും, ഫ്യൂസ് കട്ടാവും. സോ ഇതാണ് സേഫ്റ്റി ഫ്യൂസിനെ പറ്റിയിട്ടുള്ള ഒരു ഷോർട്ട് നോട്ട്. ആൻഡ് താങ്ക് യു.